കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സുധീഷും കോടതിയിൽ നിന്നും വന്ന ശേഷം സുഭാഷ് ചോദിക്കുകയാണ് എന്തായി എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് സുധീഷ് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് കിട്ടാനും വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. 2 പേരും ഒരേ നിലപാടിലാണ് പോകുന്നതെങ്കിൽ കൗൺസിലിംഗ് ഒന്നും വേണ്ടെന്നാണ് പറഞ്ഞതെന്ന് പറയുന്നത്. 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഡിവോഴ്സ് കിട്ടും എന്ന് പറയണേ. അത് പറയുന്ന സമയത്ത് നിധിയുടെയും സുഭാഷിനും സങ്കടം വരുന്നുണ്ട്. പക്ഷേ സുധീഷ് നല്ല സന്തോഷത്തോടു കൂടിയായിരിക്കും പറയുന്നത്. സുധീഷ് പറയുന്നുണ്ട് നിധിക്ക് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടണം എന്നല്ലേ ആഗ്രഹം, അതുകൊണ്ടാണ് ഞാൻ എത്രയും പെട്ടെന്ന് ഇതെല്ലാം നടത്താൻ നോക്കുന്നതെന്ന് പറയണേ. എല്ലാം പുറത്ത് നിന്ന് ഭാസ്കരനും കേൾക്കുന്നുണ്ടാവും. പിന്നീട് സുധീഷ് അവിടെ നിന്നും പോകും. അങ്ങനെ പോയതിനു ശേഷം നിധി റൂമിലോട്ട് പോകുകയാണ്. മുറിയിൽ പോയി നിധിയുടെ ബാഗ് എടുത്ത ശേഷം പുറത്തോട്ടേക്ക് വരികയാണ്. പുറത്ത് വന്നതിന് ശേഷം സുഭാഷിനോട് പറയുന്നുണ്ട് സുഭാഷ് ഏട്ടാ ഞാൻ ഓഫീസിലോട്ട് പോകുകയാണെന്ന്. ആ സമയത്ത് സുഭാഷ് പറയുന്നുണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോ എന്ന് പറയണം. അപ്പോൾ നിധി പറയുന്നുണ്ട് എങ്കിൽ കഴിച്ചിട്ട് പോകാമെന്ന് പറയണേ. അങ്ങനെ സുഭാഷ് നിധിക്ക് ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുഭാഷ് പറയുന്നുണ്ട് നിധിയോട് മോളെ ഞങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്നത് നിങ്ങൾ 2 പേരും നല്ല നിലയിൽ ജീവിച്ച് കാണണം എന്നാണ്. ഈ കുറച്ച് കാലമായിട്ട് ആദ്യമൊക്കെ ഞങ്ങൾക്ക് നിങ്ങൾ ഭാര്യയും ഭർത്താവും അല്ലെന്ന് അറിഞ്ഞിട്ടും അതുപോലെ മോളുടെ ആഗ്രഹത്തിന് തന്നെയായിരുന്നു നിന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പരസ്പരം സ്നേഹിച്ച് ഈ വീട്ടിൽ തന്നെ കഴിയണം എന്നാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ മോൾക്കത് ആഗ്രഹമില്ലെന്ന് എനിക്കറിയാം. കാരണം ഈ വീട് ചെറുതല്ലേ. അതുപോലെ സുധീഷിൻ്റെ സ്വഭാവം മോൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ലല്ലോ എന്ന് പറയാണ്. ആ സമയത്ത് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിധി ഫുഡ് കഴിക്കുകയാണ്. സുഭാഷ് പറയും ഞാൻ ആഗ്രഹിച്ചിരുന്നു മോളും സുധീഷും സന്തോഷത്തോടു കൂടി ഈ വീട്ടിൽ ജീവിക്കുന്നത് കാണാൻ. മോൾ ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് നികേഷും ഹരീഷും ഒന്ന് സന്തോഷത്തോടു കൂടി ചിരിച്ച് സംസാരിക്കുന്നത് കണ്ടിരുന്നത്. അതെല്ലാം ഞങ്ങളുടെ ആഗ്രഹങ്ങൾ മാത്രമാണല്ലോ, നിങ്ങൾക്കും ഉണ്ടാകുമല്ലോ ഓരോ ആഗ്രഹങ്ങൾ. ആ സമയത്ത് നിധി പറയുന്നുണ്ട് അതൊന്നും സാരമില്ല, അതൊക്കെ വീട് സുഭാഷ് ഏട്ടാ. ഇത്രയും പെട്ടെന്ന് സുധീഷ് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുമെന്ന് ഞാനും വിചാരിച്ചിരുന്നില്ല. എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടിയാൽ അത്രയും നല്ലതാണ് എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിധി അവിടെ നിന്നും ഫുഡ് കഴിച്ച് എണീറ്റ് പറയുന്നുണ്ട് അവരവർക്ക് ഇഷ്ടപ്പെട്ടവരല്ലേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ സുഭാഷ് ഏട്ടാ, അത് വിട്ടേക്ക് എന്ന് പറയുകയാണ് നിധി. അങ്ങനെ നിധി സ്കൂട്ടിയും എടുത്ത് ഓഫീസിലോട്ട് പോകുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് നിധി സുഭാഷ് പറയുന്നതെല്ലാം ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് മോളെ പോലെ നല്ലൊരു പെൺകുട്ടി ആയിരിക്കണം സുധീഷിനെ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അതെല്ലാം ആലോചിക്കുകയാണ് നിധി. അങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് നിധിയുടെ ബൈക്ക് ഒന്ന് ആക്സിഡൻ്റ് ആയി നിധി വണ്ടിയിൽ നിന്നും നിലത്തോട്ടേക്ക് വീഴും. അവിടെയുള്ള നാട്ടുകാരെല്ലാവരും ചേർന്ന് നിധിയെ അവിടെ നിന്ന് രക്ഷിക്കും. അങ്ങനെ നിധി കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഓഫീസിലോട്ട് പോകുകയാണ്. കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ നിധി കുഴപ്പമില്ലെന്ന് പറഞ്ഞ് സ്കൂട്ടി എടുത്ത് ഓഫീസിലോട്ട് തന്നെ തിരിച്ചു പോകുകയാണ്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.